ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി 10 മിനിറ്റ് വെച്ചതാണ്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയതാണ്. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഗരം മസാല, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഈ കറിയിൽ സ്പെഷ്യലായിട്ട് സാധനം ചേർക്കാനുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്താക്കണത് ബദാം പേസ്റ്റാണ്. ബദാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അരച്ചെടുത്തതാണിത്. ഇത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കറിക്ക്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സവാള ഞാനിപ്പോ ഇവിടെ ഒരു 6 വലിയ സവാളാണ് എടുത്താക്കണത്. നമ്മുടെ ചിക്കൻ ഇപ്പൊ 2 കിലോ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് ഗ്രേവിയിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 6 വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയില്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുക. പിന്നെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവണം. ഇതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. പച്ചമുളക്, വേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. പച്ചമണൊക്കെ പോയി നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ്. ഇപ്പൊ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പാകം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്താൽ മതി. ചിക്കൻ ചൂടാവുമ്പോ അതിൽ നിന്ന് വെള്ളം വരും. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പൊ നമ്മളുടെ ചിക്കൻ മസാലയായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 10 മിനിറ്റ് മൂടി വെച്ച് തീ കൂട്ടിയിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്കിത് മൂടി വെക്കാം. ഇപ്പൊ നമ്മളുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബദാം പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കറി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.